2025 അവസാനിക്കുകയാണ്. കടന്നു പോകുന്ന വർഷം മലയാള സിനിമാ പ്രേക്ഷകർക്ക് നല്ല ഓർമ്മകൾ സമ്മാനിച്ചോ എന്ന് ഒരാവർത്തി പിന്നിലേക്ക് നോക്കി തിട്ടപ്പെടുത്താനുള്ള സമയമായിരിക്കുന്നു. പ്രേക്ഷക പ്രതീക്ഷകൾക്കൊപ്പം എത്താനും തൃപ്തരാക്കാനും മലയാള സിനിമയ്ക്ക് ഈ വർഷം സാധിച്ചോ എന്ന് നോക്കാം. 2025 പുറത്തിറങ്ങിയ സിനിമകൾ പരിശോധിച്ചാൽ കഥാപ്രാധാന്യം കൊണ്ട് പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ ഒരുപിടി സൃഷ്ടികൾ നമ്മുടെ തിയേറ്ററുകളിൽ എത്തി എന്നത് വാസ്തവമായ കാര്യമാണ്. പുതിയ സംവിധായകരും തിരക്കഥാകൃത്തുക്കളും മലയാളി പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് വേറിട്ട അനുഭവമായിരുന്നു. അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച വർഷം കൂടിയായിരുന്നു 2025. ചിത്രങ്ങളുടെ കഥാപ്രമേയങ്ങൾ, ദൃശ്യഭംഗി, എഡിറ്റിംഗ്, പശ്ചാത്തല സംഗീതം തുടങ്ങിയ ഘടകങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയ വർഷമാണ് കടന്നു പോകുന്നത്. 2025 ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് ബേസിൽ ജോസഫ് മുഖ്യ വേഷത്തിലെത്തിയ പൊന്മാനാണ്. ഗൗരവമുള്ള ഒരു സാമൂഹിക വിഷയത്തെ പ്രമേയമാക്കിയ ചിത്രം എല്ലാ മേഖലകളിലുമുള്ള മികവ് കൊണ്ട് കയ്യടി നേടുകയായിരുന്നു. ബേസിലും ലിജിമോളും സജിൻ ബാബുവും ആനന്ദ് മന്മഥനും തങ്ങളുടെ വേഷങ്ങൾ അതിമനോഹരമായി സ്ക്രീനിലെത്തിച്ച സിനിമയാണ് പൊന്മാൻ. സമാനമായി മമ്മൂട്ടിയുടെ കളങ്കാവൽ എന്ന ചിത്രവും വളരെയേറെ ശ്രദ്ധ നേടി. മമ്മൂട്ടി പ്രതിനായക വേഷത്തിൽ എത്തിയ ചിത്രം വേറിട്ട സിനിമാ അനുഭവത്തോടൊപ്പം ഈ നടന്റെ അഭിനയത്തോടുള്ള അഭിനിവേശം ഒട്ടും മങ്ങിയിട്ടില്ല എന്നുകൂടി തെളിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷക പ്രതീക്ഷകൾക്കുമപ്പുറം ഈ ചിത്രം എത്തി എന്നതും വാസ്തവമാണ്. 2025 മലയാള സിനിമയിൽ ഏറ്റവും ചർച്ചയായ ചിത്രങ്ങളിൽ ഒന്നാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര. മലയാളത്തിൽ ഇതുവരെ പരീക്ഷിക്കാത്ത വിധത്തിൽ ഒരു സൂപ്പർ ഹീറോ ആശയമാണ് ഈ ചിത്രത്തെ വ്യത്യസ്തമാക്കിയത്. മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാനും ലോകയ്ക്ക് സാധിച്ചു. ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ലോക. ആഗോളതലത്തിൽ 300 കോടി രൂപയാണ് ചിത്രം നേടിയത്. ലൂസിഫർ എന്ന ചിത്രത്തിന്റെ തുടർച്ചയായി എത്തിയ എമ്പുരാനും പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു. പ്രേക്ഷക പ്രതീക്ഷയ്ക്കും അപ്പുറമെത്താൻ ചിത്രത്തിന് കഴിഞ്ഞു എന്നതാണ് വാസ്തവം. വിദേശ ലൊക്കേഷനുകളും രാഷ്ട്രീയ തന്ത്രങ്ങളുമെല്ലാം ചേർന്നതാണ് ഈ ചിത്രം. പല വിവാദങ്ങൾക്കും കാരണമായ ചിത്രം ലോകമെമ്പാടുമായി ഏകദേശം 260 കോടി രൂപയിലധികമാണ് കളക്ഷൻ നേടിയത്. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ട് വീണ്ടും ഉണ്ടായപ്പോൾ മലയാള സിനിമയ്ക്ക് പുതിയ ഒരു ഹിറ്റ് ചിത്രം കൂടി 2025 ലഭിച്ചു. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും മോഹൻലാൽ എന്ന നടനെ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിച്ച് വിജയം കാണുകയായിരുന്നു. രേഖാചിത്രം എന്ന ചിത്രം ക്രൈം ത്രില്ലർ ജോണറിൽ വ്യത്യസ്ത അനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകിയത്. ആസിഫ് അലിയുടെ പോലീസ് വേഷം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഈ ചിത്രത്തിലൂടെ. നരിവേട്ട എന്ന ചിത്രവും കയ്യടി നേടി. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രം നിരൂപക പ്രശംസ നേടിയിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണറിലെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രവും ശ്രദ്ധിക്കപ്പെട്ടു. ഒരു സാധാരണ പോലീസ് കേസുമായി തുടങ്ങുന്ന അന്വേഷണം ക്രമേണ വലിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതാണ് സിനിമയുടെ പശ്ചാത്തലം. പുതിയ താരോദയം കണ്ട പടക്കളം ഫാന്റസി ജോണറിലുള്ള വ്യത്യസ്ത അനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. പടക്കളത്തിൽ മികവ് കാട്ടിയ സന്ദീപ് പ്രദീപ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച എക്കോ എന്ന ചിത്രവും ഉയരങ്ങൾ താണ്ടുന്ന കാഴ്ച പ്രേക്ഷകർ കണ്ടു. ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ജോണറിലാണ് ഈ ചിത്രം അവതരിപ്പിച്ചത്. രാഹുൽ സദാശിവന്റെ ഹൊറർ ചിത്രമായ DSRE വളരെ വ്യത്യസ്തമായ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിച്ചു എന്നത് സത്യം. പ്രണവ് മോഹൻലാലിന്റെ പ്രകടനവും ഈ ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന നിവിൻ പോളിയുടെ തിരിച്ചുവരവും ഈ വർഷത്തിൽ സാധ്യമായിരിക്കുകയാണ്. സർവം മായ എന്ന ചിത്രം പഴയ നിവിൻ പോളിയെ മലയാളി പ്രേക്ഷകർക്ക് തിരികെ നൽകിയിരിക്കുകയാണ്. നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിന്റെ മാസ്മരികത പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയ ചിത്രം കൂടിയാണ് സർവം മായ. ഇവ കൂടാതെ മോഹൻലാലിന്റെ ഹൃദയപൂർവ്വം, യുവതാരങ്ങളാൽ ശ്രദ്ധേയമായ ആലപ്പുഴ ജിംഖാന, നിരൂപക പ്രശംസ നേടിയ റോന്ത്, ഫെമിനിറ്റി, ഫാത്തിമ തുടങ്ങിയ ചിത്രങ്ങളും മികച്ച അനുഭവം നൽകി കടന്നുപോയ വർഷമാണ് 2025. പുത്തൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ ധൈര്യം കാട്ടിയ നിർമ്മാതാക്കൾ, സംവിധായകർ, അഭിനയ മേന്മ ഉയർത്തിയ നടീനടന്മാർ, മികവുറ്റ കഥകൾ, ഇമ്പമാർന്ന സംഗീതം തുടങ്ങിയ ഒട്ടേറെ ഘടകങ്ങൾ 2025 ചിത്രങ്ങളിൽ പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ സഹായിച്ചു.
അതുകൊണ്ട് തന്നെ വരും വർഷത്തിൽ തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുന്ന ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളും വർദ്ധിപ്പിക്കുന്നു എന്നതും സത്യം.